Hello friends, welcome to SAT, St. Augustine Tuition Center Marathamadi and Puthanvelkara. Free education to all. Please subscribe to our YouTube channel for new updated videos and also visit staugustintuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജി ചാപ്റ്റർ 1 ഇന്ദ്രിയങ്ങൾക്കും അപ്പുറം Beyond the Senses. Chapter 1 Part 2. Please visit Part 1 before watching this video. പാർട്ട് 2-ൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് ഐ ആൻഡ് ഫങ്ഷൻസ്. ഐയുടെ ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്ക്ലീറ ദൃഢപടലം, കൊറോയിഡ് രക്തപടലം, റെറ്റിന ദൃഷ്ടിപടലം, കോർണിയ, ഈ 4 ഭാഗങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, നമ്മുടെ കണ്ണ് ഉറപ്പിച്ചിരിക്കുന്നത് ഈ ഒരു കുഴിയിലാണ്, നമ്മുടെ തലയോട്ടിയിൽ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ കണ്ണിനെ സംരക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ തലയോടാണ് അല്ലേ? നമ്മൾ അതിനെന്താ പറയുക? സ്കൾ. ഓക്കെ, ഈ സാധനം നമ്മൾ ഐ സോക്കറ്റ് എന്ന് പറയും. ഐ സോക്കറ്റ്. ക്ലിയർ? ഓക്കെ, സോ ഐസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ ഐ സോക്കറ്റ് ഓഫ് ദി സ്കൾ. കണ്ണ് ഉറപ്പിച്ചിരിക്കുന്നത് നേത്രകോടരത്തിനകത്താണ്. എവിടെയാണ്? നേത്രകോടരത്തിന്. സോ ഐസ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ ഐ സോക്കറ്റ് ഓഫ് ദി സ്കൾ. ദി സ്കൾ പ്രൊട്ടക്ട് ഐ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. നമ്മുടെ പുറമേ നിന്നുള്ള ആഘാതത്തിൽ നിന്ന് നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുന്നതാരാണ്? ഈ സ്കളാണ്, ഈ തലയോട്ടിയാണ്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ഐ സോക്കറ്റ് ഓഫ് ദി സ്കൾ. നേത്രകോടരം, മലയാളത്തിൽ നമ്മൾ തന്നെ വിളിക്കുന്ന പേരാണ് നേത്ര കോടരം. ഓക്കെ, സോ കണ്ണുറപ്പിച്ചിരിക്കുന്നത് നേത്രകോടരത്തിനകത്താണ്. മനസ്സിലായോ? തലയോട്ടിയുടെ. അപ്പോൾ തലയോട്ടി കണ്ണിനെ നമ്മളെ പുറമെയുള്ള ആഘാതത്തിൽ നിന്നും സംരക്ഷിക്കും. ഓക്കെ, കുറച്ചും കൂടി വ്യക്തമായ ഒരു പിക്ചർ നമ്മൾ എടുത്ത് കണ്ടോ? ഇതാണ് നമ്മുടെ നേത്രകോടരം, ഐ സോക്കറ്റ്. അവിടെ കണ്ണിരിക്കുന്നത് കണ്ടോ? പേശികളൊക്കെ വെച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. വേറൊരു വ്യൂവിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ആക്ച്വലി കണ്ണ് എന്ന് പറയുന്നത് ഒരു ബോൾ പോലെയാണ്. കണ്ടോ? റൗണ്ട് ഷേപ്പാണ്. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു പോർഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഈ സാറ് ഷെയ്ഡ് ചെയ്യുന്ന ഈ ഭാഗം മാത്രമേ നമ്മൾ പുറമെ നിന്ന് കാണുന്നുള്ളൂ. ആക്ച്വലി കണ്ണിൻ്റെ ബാക്കിലേക്ക് കണ്ടോ? ഇത്രയും ഒരു ഗോളം പോലെയാണ്, ഒരു എന്താ പറയുക, ഒരു ബോൾ പോലെയാണ്. അതിങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ്. കണ്ടോ? ഒരു ഹോളിനകത്ത്. ആ ഹോളിൻ്റെ പേരാണ് എന്ത്? ഐ സോക്കറ്റ്. ക്ലിയർ? ഓക്കെ, നമുക്കിപ്പോൾ കണ്ണിൽ വല്ല പൊടികളോ എന്തെങ്കിലും പോയാൽ നമ്മൾ കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വരും അല്ലേ? പെട്ടെന്ന് നമ്മൾ ബൈക്കിന് പോകുന്ന സമയത്ത് ഒരു പ്രാണി ഇങ്ങനെ കണ്ണിൽ പോയിരിക്കും, ഉടനെ കണ്ണുനീര് എന്താണ് വരും അല്ലേ? ഈ കണ്ണുനീർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എന്തിനാണ്? കണ്ണിന് എന്തിനാണ്? അതൊരു സംരക്ഷണമാണ്, ഒരു പ്രൊട്ടക്ഷനാണ്. എന്താണ് കണ്ണുനീർ ചെയ്യുന്നത്? ടിയർ കീപ്സ് ദ ഐ മോയിസ്റ്റ്. നമ്മുടെ കണ്ണ് എപ്പോഴും ഇങ്ങനെ ജലാംശമുള്ളതാക്കി നിർത്തുന്നത് ആരാണ്? ഈ ടിയറാണ്, കണ്ണുനീരാണ്. മനസ്സിലായോ? മാത്രമല്ല, കണ്ണിൽ പ്രവേശിക്കുന്ന എല്ലാ പ്രാണികളെയും മറ്റ് സൂക്ഷ്മജീവികളെയൊക്കെ അത് നശിപ്പിച്ചു കളയും. ഇറ്റ് വാഷസ് അവേ ഓൾ ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വിച്ച് എൻ്റർ ദ ഐസ്. കണ്ണിൽ പ്രവേശിക്കുന്ന പൊടിപടലങ്ങളെയൊക്കെ നീക്കം ചെയ്ത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിലിങ്ങനെ കണ്ണിപ്പിള കാണാറുണ്ടല്ലേ? അത് നമ്മൾ ഒരു ദിവസം മുഴുവൻ നമ്മുടെ കണ്ണിലോട്ട് പോയ എന്താണ്? പൊടിപടലങ്ങളാണ്. സോ ഇറ്റ് വാഷസ് അവേ ഓൾ ദ ഡസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് എൻ്റർ ദി ഐസ്. ആൻഡ് ആൾസോ an enzyme known as lysozyme present in the tear prevent the infection by microorganisms. അപ്പോൾ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് വന്ന് നമ്മുടെ കണ്ണിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടി, മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഇൻസെക്ട്സ്, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ കണ്ണുനീരിനകത്ത് ഒരു എൻസൈം ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ലൈസോസൈം. ഓക്കെ, ഇതാണ് നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥി. കണ്ടോ? കണ്ണിൻ്റെ മുകളിലായിട്ടാണ് ഗ്രന്ഥി ഇരിക്കുന്നത്. കണ്ടോ? കണ്ണുനീർ ഗ്രന്ഥി. ഇവിടെ നിന്നാണ് നമുക്ക് കണ്ണുനീര് വരുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്കറിയാം കണ്ണുനീർ മൂക്കിലേക്ക് ഒരിങ്ങനെ ദൂരം പോയിട്ടുണ്ട്. കണ്ടോ? ഒരു കുഴൽ പോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതിനകത്ത് ഒരു എൻസൈം ഉണ്ട്, ലൈസോസൈം. കണ്ടോ നിങ്ങൾ? ലൈസോസൈം. An enzyme called lysozyme present in tear prevent infection by microorganisms. നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ചെറിയ പ്രാണികളെ അല്ലെങ്കിൽ എന്താ പറയുക, മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഈ പറയുന്ന ടിയർ, അതായത് നമ്മുടെ കണ്ണുനീരിൽ എന്തുണ്ട്? ലൈസോസൈം എന്ന് പറയുന്ന ഒരു
എൻസൈം ഉണ്ട്. എന്താണ് എൻസൈമിന്റെ പേര്? ലൈസോസൈം. ലൈസോസൈം. Okay. An enzyme known as lysozyme present in tear prevent infection by microorganisms. Okay. Components of eye. ഐയുടെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 layers of eyeball. ഐബോളിന് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? ഐ എങ്ങനെ ഇരിക്കുന്ന ഒരു ബോൾ പോലെ. ബോൾ 3 layers ഉണ്ട്. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ. അങ്ങനെ 3 ലെയറാണ് ഐബോളിനുള്ളത്. ഓക്കെ. നോക്കിയേ, നമ്മൾ നമ്മുടെ വീട്ടിൽ തേങ്ങ ഇട്ടിട്ടുണ്ടാവും, കോക്കനട്ട്. ഇതൊരു കോക്കനട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് പറയാൻ ഇത് പൊളിച്ച് വെറുതെ നമുക്കൊരു കത്തിയൊന്നും തരാണ്ട് ഇത് പൊളിക്കാൻ പറഞ്ഞാൽ കൈ കൊണ്ട് പൊളിക്കാൻ പറ്റൂല. ഇത് വെരി സ്ട്രോങ് ആണ്, വെരി സ്ട്രോങ് ലെയർ, പൊതിമുടൽ അല്ലേ? അതുപോലെ കണ്ണിനും ഉണ്ട്. കണ്ണിന് വെരി സ്ട്രോങ് ആയിട്ടുള്ള കണ്ണിന്റെ പുറമെയുള്ള പാളിയാണ് സ്ക്ലീറ. ഉണ്ടോ? സ്ക്ലീറ എന്താണ്? നമ്മുടെ ഈ പൊതിമടലെ പോലെ എന്താണ് കണ്ണിന് ചുറ്റുമുള്ള ഈ വെളുത്ത ഭാഗം, നമ്മൾ ഒരാളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ വെളുത്ത് കാണുന്ന ഒരു ഭാഗമുണ്ട്. ഇതാണ് കണ്ണിന്റെ ഫസ്റ്റ് ലെയർ, സ്ക്ലീറ, ദൃഢപടലം. ദൃഢപടലം ഒരു തേങ്ങയുടെ പുറം തൊട്ട് പോലെ, കണ്ടോ? ഭയങ്കര സ്ട്രോങ് ആണ് അല്ലേ തേങ്ങ അതിനകത്തിരിക്കുക. ഇനി നമ്മൾ തേങ്ങ പൊളിച്ചു കഴിഞ്ഞാൽ അപ്പോഴും തേങ്ങ തിന്നാൻ പറ്റില്ല. ചിരട്ടക്കകത്താണ് ആര് തേങ്ങ ഇരിക്കണേ അല്ലേ? ശരിയാണ്. നമ്മുടെ ഐ നമ്മൾ പൊളിച്ചകത്തേക്ക് എന്നാൽ ഇത് സ്ക്ലീറ. ഓക്കെ. ഇതിന്റെ ഉള്ളിൽ ഇതിവിടെ ഒരു ലെയർ കണ്ടോ? ഇതിവിടെ ഒരു ലെയർ കണ്ടോ? ഇതാണ് കൊറോയിഡ്. എന്താണ്? കൊറോയിഡ്. നമ്മളതിനെ രക്തപടലം എന്ന് പറയും. രക്തപടലം. മനസ്സിലായോ? ഈ ഓരോന്നിന്റെയും ഫങ്ഷൻസ് നമ്മളിപ്പോൾ പഠിക്കും, ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് പഠിക്കും. അപ്പൊ 3 ലെയേഴ്സിൽ ഫസ്റ്റ് ലെയർ സ്ക്ലീറ, ദൃഢപടലം, സെക്കൻഡ് ലെയർ രക്തപടലം. ഓക്കെ. അപ്പൊ അതൊരു ചിരട്ടനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. ഇപ്പോഴും നമുക്ക് തേങ്ങ കിട്ടിയിട്ടില്ല അല്ലേ? ആ ചിരട്ട പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നിന്നുണ്ടാവും തേങ്ങ ഉണ്ടാവും. സിമിലാർലി നമ്മളുടെ ഈ കൊറോയിഡിനകത്ത്, കൊറോയിഡ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെയർ, അതായത് കണ്ണിന്റെ ഏറ്റവും അകത്തുള്ള ലെയർ, അതാണ് റെറ്റിന അഥവാ നമ്മളതിനെ ദൃഷ്ടിപടലം എന്ന് പറയും. റെറ്റിന അഥവാ ദൃഷ്ടിപടലം. മനസ്സിലായോ? ക്ലിയർ? ഈ ഒരു ചെറിയ പോർഷൻ നമ്മൾ എന്താണ് വലുതാക്കി വരച്ചിരിക്കുകയാണ് ഇവിടെ. കണ്ടോ? കണ്ണിന്റെ ഏറ്റവും അകത്തുള്ള ഇവിടെയാണ് ഇമേജ് ഉണ്ടാവുന്നത്, വസ്തുവിന്റെ പ്രതിബിംബം ഉണ്ടാവും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും കേട്ടോ. ഓക്കെ. സോ 3 ലെയേഴ്സ് ഓഫ് ഐബോൾ. അപ്പൊ നമ്മൾ 3 ലെയേഴ്സ് പഠിച്ചു. എന്തൊക്കെയാണ്? സ്ക്ലീറ. എന്താണ് സ്ക്ലീറ? ദൃഢപടലം. കൊറോയിഡ്. എന്താണ് കൊറോയിഡ്? രക്തപടലം. 3 റെറ്റിന. എന്താണ് റെറ്റിന? ദൃഷ്ടിപടലം. എന്തൊക്കെയാണ്? സ്ക്ലീറ, ദൃഢപടലം. ദെൻ കൊറോയിഡ്. എന്താണ് കൊറോയിഡ്? രക്തപടലം. പിന്നെ റെറ്റിന. എന്താണ്? ദൃഷ്ടിപടലം. ഓക്കെ. സോ നമ്മൾ കണ്ണ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ കണ്ണിന്റെ ഏറ്റവും പുറമെയാണ് ആര്? സ്ക്ലീറ. അതിന്റെ അകത്താണ് ആര്? കൊറോയിഡ്. അതിന്റെ അകത്താണ് ആര്? റെറ്റിന അഥവാ ദൃഷ്ടിപടലം. ഓക്കെ. ക്ലിയർ? ഇനി നമുക്ക് ഓരോന്ന്, സ്ക്ലീറ എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, കൊറോയിഡ് എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, റെറ്റിന എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ പഠിക്കാം. ഓക്കെ. ക്ലിയർ? സ്ക്ലീറ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. സ്ക്ലീറ എന്താണ്? ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി ഐബോൾ. ഏറ്റവും പുറമെയുള്ള വളരെ ശക്തിയേറിയ ഒരു ആവരണമാണ് എന്ത്? സ്ക്ലീറ. നമ്മൾ ഒരാളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ വെളുത്ത് കാണപ്പെടുന്നത് എന്താണ്? സ്ക്ലീറ എന്ന് പറയുന്ന ഭാഗമാണ്. മനസ്സിലായോ? സ്ക്ലീറ ഈസ് ദ പാർട്ട് ഓഫ് ദ ഐ കോമൺലി നോൺ ആസ് ദ വൈറ്റ്. നമ്മൾ കണ്ണിനുള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന വെള്ള നിറത്തിൽ കാണുന്ന ഭാഗമാണെന്ത്? സ്ക്ലീറ. ഓക്കെ. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി ഐബോൾ. നമ്മുടെ ഐബോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഐ കണ്ടോ, ഈ ഉരുണ്ടിരിക്കുന്നത്, ഇതിനെ ഐബോൾ നമ്മൾ വിളിക്കുക. അതിന്റെ ഏറ്റവും പുറമെയുള്ള എന്താണ്? ലെയറാണ്, ആവരണമാണ് എന്ത്? ഈ സ്ക്ലീറ അഥവാ ദൃഢപടലം. ഓക്കെ. ഇറ്റ് ഫോംസ് ദ സപ്പോർട്ടിംഗ് വാൾ ഓഫ് ദ ഐബോൾ ആൻഡ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ ക്ലിയർ കോർണിയ. കോർണിയയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ്. മനസ്സിലായോ? അതുപോലെ നമ്മുടെ ഐബോളിനെ എന്താണ് അവിടെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് കണ്ടോ? ഇവിടെ നിന്ന് കണ്ടോ മസിൽസ് ഒക്കെ പോയിരിക്കുന്നത് കണ്ടോ? ഈ സ്ക്ലീറയിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഓക്കെ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ സ്ക്ലീറ? സ്ക്ലീറയുടെ ധർമ്മം എന്താ?
നമുക്കിവിടെ നോക്കിയാൽ അറിയാമല്ലോ. എന്തായിരുന്നു നമ്മൾ ആ തേങ്ങ കണ്ടപ്പോൾ അതിൻ്റെ ധർമ്മം? തേങ്ങയുടെ എന്താണ് പുറമേ നിന്നുള്ള ഇതിന് സംരക്ഷിക്കുക അല്ലേ, ആ പുതിയ മോഡൽ. അതുപോലെ പ്രൊട്ടക്ട് ദ ഐ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. നല്ല സ്ട്രോങ് ലെയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുറമേ നിന്നുള്ള ആഘാതത്തിൽ നിന്നും അതിനെ സംരക്ഷിക്കുക. മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദി ഐബോൾ. അപ്പോൾ ഇതിനൊന്നും ചളക്കമൊന്നും സംഭവിക്കാണ്ട് ഈ ഷേപ്പ് എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അത്രയാണ് സ്ക്ലീറ അഥവാ ദൃഢപടലത്തിന്റെ ധർമ്മം. അപ്പോൾ എന്താണ് സ്ക്ലീറ? ഇറ്റ് ഈസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് ദി ഐബോൾ. പുറമെയുള്ള ഭാഗമാണ്, വൈറ്റ് ഇൻ കളർ. ഓക്കെ, ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ലെയർ ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട് ദ ഐ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്. പുറമേ നിന്നുള്ള ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഒപ്പം കണ്ണിന്റെ ഷേപ്പ്, ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. ഓക്കെ, അടുത്തത് കൊറോയിഡ്. എന്താണ് കൊറോയിഡ് എന്ന് പറഞ്ഞാൽ? രണ്ടാമത്തെ ലെയർ, സെക്കൻഡ് ലെയർ ആണ് എന്ത്? കൊറോയിഡ്. അതായത് സ്ക്ലീറ കഴിഞ്ഞാൽ നമ്മളിവിടെ പറയുന്ന സെക്കൻഡ് ലെയർ, നമ്മുടെ ചിരട്ട. നമ്മൾ തേങ്ങയുടെ കേസിലാണെങ്കിൽ ചിരട്ട എന്ന് പറയാം. ഓക്കെ, ഈ കൊറോയിഡ് ഒരു ഇരുണ്ട നിറത്തിലാണ് കാണപ്പെടുന്നത്. അതിന് കാരണം അതിനകത്തൊരു മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തു ഉണ്ട്. ഒപ്പം ഈ കൊറോയിഡിനകത്താണ് കുറേ രക്തക്കുഴലുള്ളത്, ബ്ലഡ് വെസൽസ് ഉള്ളത്. അപ്പോൾ ഈ രക്തക്കുഴലിലൂടെ രക്തം കടന്നു പോകുമ്പോൾ ചുറ്റുപാടുള്ള റെറ്റിനയ്ക്കൊക്കെ എന്ത് കിട്ടും? ഓക്സിജനും പോഷകങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് കൊറോയിഡ് എന്ന് നമുക്ക് നോക്കാം. പിന്നെ കൊറോയിഡ് സെക്കൻഡ് ലെയർ. ഇവിടെ നോക്കൂ, ഇത് നമ്മുടെ സ്ക്ലീറ. സെക്കൻഡ് ലെയർ ആണെന്ത്? കൊറോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് ലെയർ റെറ്റിന. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കൊറോയിഡിനെ കുറിച്ചാണ്, സെക്കൻഡ് ലെയർ. ഓക്കെ, ക്ലിയർ? ദ കൊറോയിഡ് ലൈസ് ബിറ്റ്വീൻ ദ റെറ്റിന ആൻഡ് സ്ക്ലീറ. റെറ്റിനയ്ക്കും സ്ക്ലീറയ്ക്കും ഇടയിലാണ് ആരുള്ളത്? കൊറോയിഡ് ഉള്ളത്. രക്തപടലം. കൊറോയിഡിന്റെ മലയാളം എന്താ? രക്തപടലം. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദ റെറ്റിന ആൻഡ് സ്ക്ലീറ. ദൃഢപടലത്തിനും ദൃഷ്ടിപടലത്തിനും ഇടയിലാണ് ആരുള്ളത്? കൊറോയിഡ് ഉള്ളത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലെയേഴ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ദാറ്റ് nourish the back of the eye. ഇത് രക്തക്കുഴലുകൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്താണ്? തൊട്ടടുത്തുള്ള കോശങ്ങൾക്ക് എന്താണ്? ന്യൂട്രീഷൻസ്, പോഷകങ്ങൾ, അതുപോലെ ഓക്സിജനൊക്കെ നൽകും. ദ കൊറോയിഡ് കണക്ട്സ് വിത്ത് ദ സിലിയറി ബോഡി ടുവേർഡ്സ് ദ ഫ്രണ്ട് ഓഫ് ദ ഐ. നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിലേക്ക് കൊറോയിഡ് എന്താണ്? സിലിയറി ബോഡി വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ണിന്റെ ഫ്രണ്ട് ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കൊറോയിഡ്. ഓക്കെ, ഈ കൊറോയിഡ് വന്നു കഴിയുമ്പോൾ ഇവിടെ സിലിയറി പേശികൾ. അപ്പോൾ കൊറോയിഡ് ഇവിടെ എന്തായിട്ട് മാറും? സീലിയറി പേശികളായിട്ട് മാറും. നിങ്ങൾ ഒന്നാമത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സിലിയറി പേശികൾ എന്താണ്, സിലിയറി മസിൽസ്. ഓക്കെ, ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എഡ്ജ് ഓഫ് ദ ഒപ്റ്റിക് നെർവ് അറ്റ് ദ ബാക്ക് ഓഫ് ദ ഐ. നമ്മൾ ഐയുടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഒപ്റ്റിക് നെർവ് ഉണ്ട്. ഓക്കെ, അതിനോട് അറ്റാച്ച് ചെയ്തേക്കണം എൻഡിലേക്ക്. ഉണ്ടോ? ഇങ്ങനെ കൊറോയിഡ് ഇവിടെ വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കണം. അത് ആ പിക്ചർ വാങ്ങിച്ചാൽ നമുക്ക് മനസ്സിലാവും. കൊറോയിഡ് ഇങ്ങനെ ലെയർ വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കണം. ഇവിടെ നിന്ന് ലെയർ വന്നിട്ട് ഇവിടെ. ഉണ്ടോ? മെലാനിൻ ഗീവ്സ് ഡാർക്ക് കളർ ടു ദ കൊറോയിഡ്. കൊറോയിഡിനകത്തുള്ള ഒരു പിഗ്മെന്റിന്റെ പേരാണ് മെലാനിൻ. അതാണ് കൊറോയിഡിന് ഇരുണ്ട നിറം നൽകുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ കൊറോയിഡ്? എന്തിനാണ് കൊറോയിഡ്? ഓക്കെ, ദ കൊറോയിഡ് nourishes ദ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ, ഓക്സിജൻ ഒക്കെ കൊടുക്കുക, എല്ലാ ന്യൂട്രീഷൻസും കൊടുക്കുന്ന ആളാണ് ആര്? കൊറോയിഡ്. കാരണം കൊറോയിഡിനകത്താണ് എന്തുള്ളത്? ബ്ലഡ് വെസൽസ് ഉള്ളത്. ദെൻ അബ്സോർബ് ലൈറ്റ് ആൻഡ് പ്രിവെന്റ്സ് ഇന്റേണൽ റിഫ്ലക്ഷൻ. അതായത് കണ്ണിനകത്തേക്ക്, സപ്പോസ് ഇതാണ് നമ്മുടെ കണ്ണെന്ന് വിചാരിക്കാം, കണ്ണിനകത്തേക്ക് ലൈറ്റ് വരുമ്പോൾ ലൈറ്റ് എക്സസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ എക്സസ് ലൈറ്റിനെ കംപ്ലീറ്റ് അബ്സോർബ് ചെയ്യും. മനസ്സിലായെങ്കിൽ നമ്മൾ കണ്ണടിച്ചു പോലെ. എന്നിട്ട് എന്താണ്? ഇവിടെ ഒന്ന് ഇടിച്ച് തിരിച്ചു വരാതിരിക്കാനായിട്ട് പ്രിവെന്റ് റിഫ്ലക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? കൊറോയിഡിന് സാധിക്കും. ഓക്കെ, അതാണ് കൊറോയിഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. രക്തപടലം. അപ്പോൾ രക്തപടലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റെറ്റിനയ്ക്കും സ്ക്ലീറയ്ക്കും ഇടയിൽ. അതിനകത്ത് രക്തക്കുഴലുകളുണ്ട്. അത് ഉപയോഗിച്ച് അതിലൂടെ പോകുമ്പോൾ ഓക്സിജനും മറ്റ് പോഷകങ്ങളും കൊടുക്കും. സീലിയറി മസിൽസുമായിട്ട് കണ്ണിന്റെ മുൻഭാഗത്തും അതുപോലെ നേത്രനാടിയുമായിട്ട് കണ്ണിന്റെ പിൻഭാഗത്തും കൊറോയിഡ് രക്തപടലം ബന്ധിച്ചിരിക്കുന്നു. കൊറോയിഡിന്റെ നിറം ഡാർക്ക് റെഡ് കളർ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഡാർക്ക് കളറിന് കാരണം മെലാനിൻ എന്ന് പറയുന്ന ഒരു വർണ്ണവസ്തുവാണ്. ഇനി അതിന്റെ ധർമ്മം പറഞ്ഞു, എന്തിനാണ് നമുക്ക് കൊറോയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊറോയിഡ് വഴിയാണ് നമ്മുടെ കണ്ണിന് പോഷകഘടകങ്ങളും ഓക്സിജനൊക്കെ എത്തിക്കുന്നത്, നമ്മുടെ റെറ്റിനയ്ക്ക്. അതുപോലെ തന്നെ കൂടുതൽ പ്രകാശം കണ്ണിനകത്തേക്ക് വന്നാൽ അതിനെ അബ്സോർബ് ചെയ്ത് അതിനെ സ്വീകരിച്ച് അതുപോലെ അത് രണ്ടാമത് റിഫ്ലക്റ്റ് ചെയ്യാതെ ഇരിക്കാൻ സഹായിക്കുന്നതും കൊറോയിഡാണ്. ഓക്കെ, നെക്സ്റ്റ് റെറ്റിന. റെറ്റിന എന്ന് പറയുന്നത് ഏറ്റവും സെന്ററിലുള്ള, ഏറ്റവും നടുവിലുള്ള ഇന്നർ മോസ്റ്റ് ലെയർ ആണ് എന്ത്? റെറ്റിന. ഓക്കെ, ഇറ്റ് ഈസ് ദ മിഡിൽ ലെയർ. ശരിക്കും പറഞ്ഞാൽ അല്ലേ, എന്താണ്? മിഡിൽ ലെയർ ആണ്.
ദേ ഇപ്പോൾ ഈ കാണുന്ന പോർഷൻസ് ഒക്കെ എന്താണ്, ഇതൊക്കെ റെറ്റിനയാണ്. ഓക്കെ, കണ്ടോ? The retina is a light sensitive layer at the back of the eye that covers about 65% of its interior surface. ഐയുടെ ബാക്കിലെ ഉള്ള 65% സ്ഥലവും ആരും മൂലനിർമ്മിതമാണ് റെറ്റിന, ദൃഷ്ടിപടലം. ഓക്കെ, ഫോട്ടോ സെൻസിറ്റീവ് സെൽസ് കോൾഡ് റോഡ്സ് ആൻഡ് കോൺ സെൽസ്. ഇതിനകത്ത് രണ്ട് സെൽസ് ഉണ്ട്. ഒന്ന് ഇതിങ്ങനെ കോണാകൃതിയിലിരിക്കുന്ന സെൽസ്, കോൺ സെൽസ്. പിന്നെന്താണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഈ ഒരു ആകൃതിയിലിരിക്കുന്ന റോഡ് സെൽസ്. കോൺ സെൽസ് ഹെൽപ്സ് ടു റിക്കഗ്നൈസ് പ്രൈമറി കളർ സച്ച് ആസ് റെഡ്, ബ്ലൂ, ഗ്രീൻ. ഈ പ്രൈമറി കളർ ചുമപ്പ, പച്ച, നീല ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സഹായിക്കുന്നത് കോൺ സെൽസ് ആണ്. റോഡ് സെൽസ് ഡിം ലൈറ്റിൽ കാണാൻ സഹായിക്കുന്നു, അതായത് നമ്മൾ രാത്രി ഒക്കെ നമ്മൾ കാണാൻ സഹായിക്കുന്നു. ഇപ്പോൾ റോഡ് സെൽസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി കാഴ്ച ഉണ്ടാവില്ല, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നുള്ള രോഗം വരും. അതുപോലെ കോൺ സെൽസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ്, അതായത് നിറമുള്ള അവസ്ഥകൾ, നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റില്ല, അങ്ങനെ രോഗങ്ങൾ വരും. അങ്ങനെ രണ്ട് സെല്ലുകൾ എവിടെയുണ്ട്? ഫോട്ടോ സെൻസിറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ പ്രകാശം വരുമ്പോൾ മാത്രം ഉത്തേജിപ്പിക്കപ്പെടുന്ന കോശങ്ങൾ എവിടെയുണ്ട്? റെറ്റിനയ്ക്ക് അകത്ത് ഉണ്ട്. ഓക്കെ, these cells convert incident light energy into signals that are carried to the brain by the optic nerve. അങ്ങനെ ഈ സെല്ലുകൾ, അതായത് ഈ റോഡ് സെൽസും കോൺ സെൽസും പ്രകാശത്തിനെ എന്താക്കി മാറ്റും? സിഗ്നലാക്കി മാറ്റും. എന്നിട്ട് ആ സിഗ്നൽ എന്ത് ചെയ്യും? ബ്രെയിനിലേക്ക് കടത്തിവിടും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ന്യൂറോൺ പഠിക്കുമ്പോൾ പഠിക്കും കേട്ടോ. നെക്സ്റ്റ് സെക്ഷനിലെ അടുത്തൊരു ഭാഗമാണ് ന്യൂറോൺ. ഒരു പ്രത്യേക അവയവമാണ്, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇതെങ്ങനെ കടന്നു പോകണേ എന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞാൽ ഈ സെല്ലുകൾ വഴി നമ്മുടെ പ്രകാശത്തിനെ, നമ്മൾ കണ്ട വസ്തുവിൻ്റെ പ്രതിബിംബത്തെ സിഗ്നലാക്കി മാറ്റും, വൈദ്യുത സിഗ്നൽ. എന്നിട്ട് അത് അങ്ങോട്ട് കൊടുത്തുവിടും ബ്രെയിനിലേക്ക്. ബ്രെയിനിൽ ഏറ്റവും വലിയൊരു ഭാഗമുണ്ട് സെറിബ്രം. സെറിബ്രത്തിന് ഈ ഭാഗത്തായിട്ടാണ് കാഴ്ച തിരിച്ചറിയുന്ന ഭാഗം, അങ്ങോട്ട് അയക്കും. ഓക്കെ, in the middle of the retina is a small dimple called the fovea or fovea centralis. നമ്മൾ യെല്ലോ സ്പോട്ട് എന്ന് പറയും, പീതബിന്ദു എന്നാണ് മലയാളത്തിൽ പറയാം. അതായത് ഈ ഒരു ഭാഗം കണ്ടോ, ഇതാ ഈ ഒരു പിക്ചറിൽ നോക്കുക, ഇവിടെ പെട്ടെന്ന് ക്ലിയർ ആവും. ഈ ഒരു പോർഷൻ എടുക്കുന്നതിന് മിഡിൽ ഈ ഭാഗത്തായിട്ട് ഒരു ചെറിയ കുനിപ്പുണ്ട് കണ്ടോ. നമ്മളൊരു വസ്തുവിനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് ഇമേജ് ഉണ്ടാവുക, ഈ ഒരു പോർഷനിൽ. അതായത് ഈ റെറ്റിനയുടെ കറക്റ്റ് സെൻറ്റർ പോർഷൻ ഇവിടെ കണ്ടോ. അവിടെ വസ്തുക്കളെ നമ്മളെന്താണ് വളരെ സൂക്ഷിച്ച് നോക്കുമ്പോൾ പ്രതിബിംബം അവിടെ ഉണ്ടാവുന്നത്. അവിടെ ധാരാളം കോൺസെൽസ് ഉണ്ട്. അതിൻ്റെ പേരാണ് യെല്ലോ സ്പോട്ട്. എന്താണ് യെല്ലോ സ്പോട്ട് അഥവാ പീത ബിന്ദു. ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ ഐസ് ഷാർപ്പസ്റ്റ് വിഷൻ ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് മോസ്റ്റ് കളർ റിസെപ്ഷൻ. ഷാർപ്പസ്റ്റ് വിഷൻ നമ്മൾ പറഞ്ഞില്ലേ, സൂക്ഷിച്ചൊരു വസ്തുവിനെ നോക്കുമ്പോൾ അതുണ്ടാവുന്നത് യെല്ലോ സ്പോട്ടിലാണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ റെറ്റിന? റെറ്റിനയുടെ ധർമ്മം എന്താണ്? ടു റിസീവ് ലൈറ്റ് ദാറ്റ് ദ ലെൻസ് ഹാസ് ഫോക്കസ്. ലെൻസ് ഫോക്കസ് ചെയ്യുന്ന ലൈറ്റിനെ എന്ത് ചെയ്യുക? റിസീവ് ചെയ്യുക, പ്രകാശത്തെ റിസീവ് ചെയ്യുക, പ്രകാശം സ്വീകരിക്കുക. കൺവേർട്ട് ദ ലൈറ്റ് ഇൻ ടു ന്യൂട്രൽ സിഗ്നൽസ് ആൻഡ് സെൻഡ് ദിസ് സിഗ്നൽ ഓൺ ദ ബ്രെയിൻ ഫോർ വിഷ്വൽ റെക്കഗ്നേഷൻ. ഈ സിഗ്നൽ എന്ത് ചെയ്യാം? തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനെ, അതായത് ഈ ലൈറ്റിനെ തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ലൈറ്റിനെ സിഗ്നലാക്കി മാറ്റാം. ശേഷം എന്താ ആ സിഗ്നലിനെ തലച്ചോറിലേക്ക് അയക്കുക. തലച്ചോറിനെ എങ്ങോട്ട് അയക്കുക? വിഷ്വൽ റെക്കഗ്നേഷൻ. തലച്ചോറിൽ എന്താണ് കാഴ്ചയെ തിരിച്ചറിയുന്ന ഒരു സ്ഥലമുണ്ട് സെറിബ്രത്തിൽ, അങ്ങോട്ട് അയക്കുക. അപ്പോൾ രണ്ട് ഫംഗ്ഷനാണ്. ഒന്ന് പ്രകാശം സ്വീകരിക്കുക, ഓക്കെ, പ്രകാശം സ്വീകരിച്ച് ഇമേജ് ഉണ്ടാക്കുക, എന്നിട്ട് ഇമേജിൻ്റെ സിഗ്നലാക്കി മാറ്റി ബ്രെയിനിലേക്ക് കടത്തിവിടുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് കോർണിയ. നമുക്കറിയാം കോർണിയ എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ഭാഗമാണ്. എന്ത്? കോർണിയ. കണ്ടോ, കണ്ണിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള ചില്ല് പോലെ, നമുക്കൊരു ചില്ല് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്? കോർണിയ. ദിസ് ഈസ് ദ കോർണിയ. കണ്ണിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗമാണ് കോർണിയ. കണ്ടോ, ഇത് നമ്മളൊന്ന് വലിച്ച് പുറത്തേക്ക് എടുത്തത് ഇതേപോലെ ഇരിക്കും. കണ്ടോ, ഇതാണ് കോർണിയ. ദ കോർണിയ ഈസ് ദ ട്രാൻസ്പെറൻറ്റ് ഫ്രണ്ട് പാർട്ട് ഓഫ് ദ ഐ. ട്രാൻസ്പെറൻറ്റ് മീൻസ് പ്രകാശത്തെ കടത്തിവിടുന്ന കണ്ണിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഭാഗമാണ് കോർണിയ. ഇറ്റ് ഈസ് എ പവർഫുൾ റിഫ്രാക്റ്റീവ് സർഫസ് പ്രൊവൈഡിങ് 2/3 ഓഫ് ദ ഐസ് ഫോക്കസിങ് പവർ. ഇത് ഭയങ്കര ശക്തിയായുള്ള റിഫ്രാക്റ്റിംഗ് സർഫസാണ്, അപവർത്തനം നടത്തുന്ന സർഫസാണ്. ഇത് ഫോക്കസിങ് പവർ, അതായത് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഫോക്കസ് പവറിൻ്റെ 2 ഭാഗം നൽകുന്നത് ആരാണ്? കോർണിയൻ. ഇറ്റ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് സ്ക്ലീറ. നമ്മൾ സ്ക്ലീറയാണ്, അതായത് നമ്മുടെ ദൃഢപടലം ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് അത് കോർണിയായിട്ട് മാറുന്നത്. മനസ്സിലായോ?
ഇവിടെയൊക്കെ ദൃഢപടലമാണ്. ഓക്കെ, ഫ്രണ്ടിൽ വന്നപ്പോൾ അത് കോർണിയ ആയിട്ട് മാറി. ഇറ്റ് ഈസ് എ കണ്ടിന്യൂഷൻ ഓഫ് ക്ലിയർ. ലൈക്ക് ദി ക്രിസ്റ്റൽ ഓൺ എ വാച്ച്, ഇറ്റ് ഗീവ്സ് us എ ക്ലിയർ വിൻഡോ ടു ലുക്ക് ത്രൂ. മനസ്സിലായോ? നമ്മുടെ വാച്ചിൽ ചില്ല് കണ്ടിട്ടുണ്ടാവും, അപ്പോൾ ആ ചില്ലിലൂടെ നമുക്ക് അകത്തുള്ളത് കാണാം. അതുപോലെ നമ്മുടെ കണ്ണിന് മുന്നിലുള്ള ഒരു ചില്ലാണ് ഈ കോർണിയ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ കോർണിയ? ഈ കോർണിയക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് അസുഖം വരും. കോർണിയക്ക് ഇങ്ങനെ ചുക്കും ചുളമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അസ്റ്റിഗ്മാറ്റിസ് എന്ന അസുഖം ഉണ്ടാവും. നിങ്ങൾക്ക് വസ്തുക്കളെ മര്യാദ കാണാൻ പറ്റില്ല, മങ്ങിയായിരിക്കും കാണാം. അപ്പോൾ കോർണിയക്ക് എന്തെങ്കിലും ധർമ്മം ഉണ്ടോ നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു ഷീൽഡ് ദ റെസ്റ്റ് ഓഫ് ദ ഐ ഫ്രം ജേംസ്, ഡസ്റ്റ് ആൻഡ് അതർ ഹാംഫുൾ മാറ്റേഴ്സ്. ശരിക്കും നിങ്ങളുടെ കണ്ണിലേക്ക് ഒരു പ്രാണി പോയ കോർണിയുടെ മീതെ കിടന്ന് ഓടും, അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു ഷീൽഡ്. ഓക്കെ, ഇറ്റ് ഫങ്ഷൻസ് ലൈക്ക് എ വിൻഡോ ദാറ്റ് കൺട്രോൾ ആൻഡ് ഫോക്കസ് ദ എൻട്രി ഓഫ് ലൈറ്റ് ഇൻ ടു ദ ഐ. നമ്മുടെ കണ്ണിലേക്ക് പ്രകാശം പ്രവേശിക്കുന്ന ഒരു ജനൽ പോലെയാണ് വർക്ക് ചെയ്യുന്നത് കോർണിയ. അത് കൺട്രോൾ ചെയ്യും കോർണിയ എത്രത്തോളം പോകണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് മക്കളെ ഇതാണ്, ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു? കോർണിയ സഹായിക്കുന്നു. രണ്ട് ധർമ്മം, ഒന്ന് ഇറ്റ് ഹെൽപ്സ് ടു ഷീൽഡ് ദ റെസ്റ്റ് ഓഫ് ദ ഐ ഫ്രം ജേംസ്, മറ്റ് പ്രാണികൾ, ഡസ്റ്റ്, അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ നമ്മളെ രക്ഷിക്കുക. രണ്ടാമത്തത് പ്രകാശത്തെ കടത്തിവിടാകത്തേക്ക് ഫോക്കസ് ചെയ്യുക. ഒരു വസ്തുവിനെ ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നവരാണ് കോർണിയ. വസ്തുവിൻ്റെ ദൂരമനുസരിച്ച് വസ്തുവിൻ്റെ ഫോക്കസ് ക്രമീകരിക്കാനായിട്ട്, ലെൻസിൻ്റെ ഫോക്കസ് ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? കോർണിയ. ഓക്കെ, the cornea contributes between 65 to 75% of the eye's total focusing power. അങ്ങനെ കണ്ണിൻ്റെ ടോട്ടൽ ഫോക്കസിംഗ് പവറിൻ്റെ ഒരു 75% വരെ നൽകുന്നത് ആരാണ്? കോർണിയ ഉള്ളതുകൊണ്ടാണ്. The cornea also serves as a filter, screening out some of the most damaging ultraviolet wavelength in sunlight. സൂര്യപ്രകാശത്തിൽ വരുന്ന അൾട്രാവയലറ്റ് രശ്മികളെയും സ്ക്രീൻ ചെയ്ത് നമ്മുടെ കണ്ണിന് ദോഷമല്ലാത്ത അവരെ മാത്രം കടത്തിവിടുന്നതും ആരാണ്? കോർണിയ. ഓക്കെ, പാർട്ട് 3. Visit part 3 for more. Thank you. Please subscribe to our YouTube channel for new updated videos. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ please like this video and share to your friends. Thank you once again.